നമസ്കാരം. ഏകദിന ഇന്ത്യൻ ബാറ്റർമാരിൽ ടീമിനെ ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരാൾ അതാരാണ് എന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും പ്രിയപ്പെട്ട വിക്കറ്റ് കീപ്പറും ബാറ്റ്സ്മാനും ഒക്കെ ആയിട്ടുള്ള ഇപ്പോഴത്തെ ടീമിലെ സ്ഥിര സാന്നിധ്യമായിട്ടുള്ള രാഹുൽ തന്നെയാണ് എന്ന് പറയാം. ന്യൂസിലൻഡുമായി കഴിഞ്ഞ ദിവസം നടന്ന രാജ്കോട്ടിലെ രണ്ടാം ഏകദിനവും അടിവരയിടുന്ന ഇതേ ഒരു കാര്യത്തെക്കുറിച്ചാണെന്നും ഇത് അതിൻ്റെ സൂചനകളാണെന്നും തെളിവാണെന്നും പറയാം. ബാറ്റിംഗിൽ ഒരു ഘട്ടത്തിൽ തീർത്തും പതറിയ ടീമിനെ രക്ഷിച്ചത് അദ്ദേഹത്തിന്റെ അപരാജിത സെഞ്ചുറി തന്നെയാണ്. അഞ്ചാമനായി ക്രീസിലെത്തിയ രാഹുൽ പുറത്താവാതെ അടിച്ചെടുത്തത് 112 റൺസാണ് എന്നുകൂടി പറയുന്നു. ടീമിനെ 284 വരെ എത്തിച്ചതും ഇതുതന്നെയാണ്. പക്ഷേ മത്സരത്തിൽ ഇന്ത്യ തോറ്റതിനാൽ അദ്ദേഹത്തിന്റെ ഈ പ്രകടനത്തിന് വേണ്ടത്ര കയ്യടി ലഭിച്ചില്ല എന്ന് പറയുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നേരത്തെയും പല മാച്ച് വിന്നിംഗ് പ്രകടനങ്ങളും രാഹുൽ നേരത്തെയും കാഴ്ചവെച്ചിട്ടുണ്ട്. മധ്യനിര ബാറ്റർ എന്ന നിലയിൽ വിശ്വസ്തനാണെങ്കിലും വിക്കറ്റ് കീപ്പറുടെ റോളിൽ അദ്ദേഹത്തെ അത്രത്തോളം വിശ്വസിക്കാൻ കഴിയില്ല എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഇതിപ്പോൾ തന്നെ എടുത്തു പറയേണ്ട കാര്യം ഉണ്ട് എന്ന് പറയാം. ഇത് കാരണം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ICC ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്ക് വലിയൊരു പണി തന്നെ കിട്ടിയേക്കുമെന്ന് പറയാം. ഇതിന്റെ കാരണം എന്താണെന്നും അറിയണം. ഇന്ത്യൻ കുപ്പായത്തിൽ വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ രാഹുലിന്റെ പ്രകടനം അത്ര ഗംഭീരമല്ലെന്നും പറയേണ്ടതായി വരും. വിക്കറ്റിന് പിന്നിൽ അദ്ദേഹത്തിന്റെ കൈകൾ പലപ്പോഴും ചോരുന്നതായി തന്നെ കാണാനും സാധിക്കും. ന്യൂസിലൻഡുമായി കഴിഞ്ഞ ദിവസം രാജ്കോട്ടിൽ നടന്ന രണ്ടാം ഏകദിനത്തിനിടയിലും രാഹുൽ ഒരു ക്യാച്ച് താഴെ ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഹർഷത് റാണ എറിഞ്ഞ 6ാമത്തെ ഓവറിലായിരുന്നു ഇത് സംഭവിച്ചത്. ഓവറിലെ ആദ്യ ബോളിൽ അപകടകാരിയായ ഇടംകയ്യൻ ഓപ്പണർ ഡെവൻ കോൺവേയുടെ ക്യാച്ചാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്. ബാറ്റിൽ എഡ്ജായ ബോൾ രാഹുലിന് തൊട്ടു മുന്നിലാണ് പതിച്ചത്. പക്ഷേ ഇത് കൈക്കുള്ളിലാക്കാൻ തന്നെ അദ്ദേഹത്തിന് ആയതുമില്ല. ഇതാണ് വളരെയധികം സങ്കടമായത്. ഭാഗ്യവശാൽ രാഹുലിന്റെ ഈ ഒരു പിഴവിന് ഇന്ത്യക്ക് അധികം വില നൽകേണ്ടിയും വന്നില്ല. തൊട്ടടുത്ത ബോളിൽ കോൺവേയെ ഹർഷിത് ബൗൾഡാക്കിയതായിരുന്നു ഇന്ത്യക്ക് ആശ്വാസമായിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. എന്നാൽ അദ്ദേഹത്തിന് ഇത് സാധിച്ചിരുന്നെങ്കിൽ വലിയൊരു ഇന്നിങ്സ് തന്നെ കോൺവേ ഇന്ത്യക്ക് പ്രശ്നങ്ങളും സൃഷ്ടിക്കുമായിരുന്നു എന്നതാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ എല്ലായ്പ്പോഴും തന്നെ ഇത് സംഭവിക്കണമെന്നില്ല, അത് തീർച്ചയാണ്. ലോകകപ്പ് പോലൊരു വലിയ വേദിയാണ് രാഹുലിന് ഇങ്ങനെ ഒരു പിഴവ് സംഭവിക്കുന്നതിൽ ഇന്ത്യക്ക് 8ന്റെ പണി കിട്ടുമെന്നതിലും സംശയമില്ലാത്തൊരു കാര്യം കൂടിയാണെന്ന് വെളിപ്പെടുത്താം. ന്യൂസിലൻഡിനെതിരായ ഈ പിഴവ് മാത്രമല്ല, വിക്കറ്റ് കീപ്പിംഗിൽ തന്നെ അദ്ദേഹത്തിന്റെ റെക്കോർഡ് തീർച്ചയായും ഇന്ത്യയെ ഭയപ്പെടുത്തുക തന്നെ ചെയ്യുമെന്നത് കൂടി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 2020 മുതലുള്ള ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരുടെ പ്രകടനം പരിശോധിക്കുകയാണെങ്കിൽ ക്യാച്ചിന്റെ കാര്യത്തിൽ തന്നെ ഏറ്റവും വലിയ ദുരന്തം രാഹുലാണെന്ന കണക്കുകൾ പറയേണ്ടതായി വരും. ഈ കാലയളവിൽ തന്നെ 3 ഫോർമാറ്റുകളും എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അധികം ക്യാച്ചുകൾ പാഴാക്കിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ അദ്ദേഹമാണെന്ന് കൂടി പറയുന്നു. 2020 മുതൽ 24 വരെ കളിച്ച 51 മത്സരങ്ങളിൽ രാഹുൽ താഴെയിട്ടത് 11 ക്യാച്ചുകളാണ്. 2025 മുതൽ ഇതുവരെ നോക്കിയാൽ 11 മത്സരങ്ങളിൽ 5 ക്യാച്ചും അദ്ദേഹം നഷ്ടപ്പെടുത്തുകയും ചെയ്തു.